ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായ വോക്സ്വാഗൻ്റെ വെർട്ടിസിൻ്റെ കംഫർട്ട് ലൈനാണ് വന്നിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് ആണ് ഈ കംഫർട്ട് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞാനും ഒരു വോക്സ്വാഗൻ ഫാമിലിയും കൂടിയാണ്. എൻ്റെ കയ്യിലുള്ളത് പോളോ ഹൈലൈൻ ആണ്. വോക്സ്വാഗൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് എല്ലാവർക്കും. സാധാരണക്കാർ നമ്മളൊരു എന്താ പറയുക, ഒരു 10 ലക്ഷം 11 ലക്ഷം വരെയും വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു 2 ലക്ഷം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംഫർട്ട് ലൈൻ, നമ്മുടെ ഒരു വോക്സ്വാഗൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. വോക്സ്വാഗൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി, ബിൽഡ് ക്വാളിറ്റി സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു ബ്രാൻഡാണ് നമ്മുടെ വോക്സ്വാഗൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വെർട്ടസിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേറ്റസ്റ്റ് കാർക്കാസിലേക്ക് സ്വാഗതം. ഈ കംഫർട്ട് ലൈനിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കീലെസ് കീയാണ് വരുന്നത്. അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കീയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഹൈലൈനിലേക്ക് വരുമ്പോഴാണ് പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം കീയും കാര്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഞാൻ പറയാം. ഡബിൾ ബാരൽ LED ലൈറ്റാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. DRL ലൈറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ഫോഗ് ലാമ്പും കാര്യങ്ങളും വരില്ല. അത് നമുക്ക് ഹൈലൈനിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഭാഗം നമുക്ക് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫൈബർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വലിയൊരു എയർ ഡാം നമുക്ക് ഇതിൽ വാഹനത്തിൽ വരുന്നുണ്ട്. ഹൈലൈനിലേക്ക് വരുമ്പോൾ നമുക്കൊരു പിയാനോ ഫിനിഷിങ്, ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ഗ്രില്ല് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വോക്സ്വാഗൻ്റെ ലോഗോ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഹുഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയൊരു ക്യാരക്ടർ ലൈനാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ഇത് നമുക്ക് ടോപ്പ് നമ്മുടെ ഹൈലൈനിലേക്ക് പോകുമ്പോഴും നമുക്കൊരു സെയിം ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് കംഫർട്ട് ലൈനിലേക്ക് വരുമ്പോൾ വീൽ കപ്പ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 175 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു വീൽ ബേസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2651 വീൽ ബേസ് ആണ്, മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ORVM വരുന്നത് ബോഡി കളേർഡായിട്ടുള്ളൊരു ORVM ആണ് വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റ് ചെയ്ത ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ ഫുൾ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണെന്നേ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ആക്സസറീസ് കയറ്റുകയാണെങ്കിൽ നമുക്കൊരു അലോയ്സ് കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഒരു സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നമുക്കിത് പറയേണ്ടത്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ബാക്കിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ LED ടെയിൽ ലൈറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ബാക്ക് വ്യൂ ഒക്കെ നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന പോലെ തന്നെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. LED ടെയിൽ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് TSI എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. വെർട്ടിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡീഫോഗർ കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നോർമൽ ആൻറ്റീനയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബമ്പറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സെൻസേഴ്സ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ക്രോം ഫിനിഷിങ്ങും പിയാനോ ഫിനിഷിങ്ങും ഗ്ലോസി ആയിട്ടുള്ള ഭാഗമാണ് ഹൈലൈനിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 521 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഞ്ച് സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നത് കൂടിയാണ്. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. സ്പെയർ വീല് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ വരുന്നത്. വോക്സ്വാഗൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്താണെന്ന് അറിയണം. നമ്മളിപ്പോൾ ഡോർ തുറന്നിട്ടാണല്ലോ. ഇതാണ് നമ്മുടെ വോക്സ്വാഗൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതുണ്ടോ ആ ഒരു ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഇതിലിരിക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു പ്രീമിയം ഒരു ടച്ചും കൂടി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്റീരിയറിലേക്ക് നമുക്ക് പോകും. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഡോർ പാനലിലേക്ക് തന്നെ പോകാം. നമുക്കൊരു ഡ്യുവൽ ടോൺ ഡോർ പാനലാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബീച്ച് ആൻഡ് ബ്ലാക്ക് ആണ്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ചും കാര്യങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട്. 4 സൈഡ് നമുക്കൊരു പവർ വിൻഡോ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ORVM ആണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്.
അതുപോലെ തന്നെ നമുക്ക് ഡോർ ലോക്കിങ്ങിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇതാണ് കംഫർട്ട് ലൈൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. ബീജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലോ ബോക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ സ്പേസ് കാര്യങ്ങളാണ്, കൂൾഡ് അല്ല, നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. AC വെൻസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാറ്റേൺ പോലത്തെ ഒരു ഭാഗവും ഇതിൽ വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ഒരു നോർമൽ ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയേർഡ് ആയിട്ടുള്ളൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ ഒരു AC-യുടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫോൺ വെക്കാവുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോയിന്റ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കംഫർട്ട് ലൈനിൽ വരുമ്പോൾ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഹൈ ലൈനിൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കംഫർട്ട് ലൈനിൽ നമുക്ക് മാനുവൽ ആണ്. അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ട്രാക്ഷൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷറിൻ്റെ സ്വിച്ചും ഇതിൽ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് ആയിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 2 സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നത്. നമുക്ക് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം. സ്റ്റിയറിംഗ് വീൽ വരുന്നത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. നമ്മുടെ നോർമലായിട്ട് ഹൈലൈനിലേക്ക് വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്വിച്ചസ് ഒന്നും ഇതിൽ മിസ് ചെയ്തിട്ടില്ല. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതല്ല. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ നല്ല നോർമൽ അനലോഗ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. അതുപോലെ തന്നെ നടുക്കായിട്ട് നമുക്കൊരു MID സ്ക്രീൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ യൂണിറ്റ്, നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മൈന്യൂട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു MID സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റിലെ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 പേർക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഒരു എടുത്തു പറയേണ്ടത് ISO ഫിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ളൊരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണ പോലെ തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റ് അവർക്കുണ്ടെങ്കിൽ അതിൽ സ്വിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് എപ്പോഴും നമുക്ക് വോക്സ് വാഗണിലൊരു എന്താ പറയുക, ഒരു ഇതുള്ളത് സെൻറ്റർ ടണൽ, അത് ഭയങ്കര ഒരു വലിപ്പമുള്ളത് കൊണ്ട് നമുക്കൊരു നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളായിരുന്നു. എൻ്റെ പോളോക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതും നമ്മുടെ വെർട്ടിസിലേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സെൻറ്റർ ടണൽ ചെറുതായിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഇരിക്കാനും ലെഗ് സ്പേസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സും ആംറെസ്റ്റും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അത് ഹൈലൈനിലേക്ക് വരുമ്പോഴാണ് ഒരു ഭാഗം വരുന്നത്. ഇവിടെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഫോൺ വെക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഒരു ക്വാളിറ്റി വാഹനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡോർ പാനലിലേക്ക് പോകുമ്പോഴും സോഫ്റ്റ് ടച്ച് പോലത്തെ ഒരു ഭാഗം നമുക്കതിൽ കാണാം. ഒരു ബോട്ടിൽ വെക്കാവുന്ന സ്പേസുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ 8 സ്പീക്കേഴ്സാണ് ഇത് ഈ വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വോക്സ് വാഗൻ്റെ ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കേഴ്സ് കാര്യങ്ങളാണ്. പാട്ടൊക്കെ കേൾക്കാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് നമുക്കൊരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് വരുന്നത്. 999 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ 115 bhp 178 ടോർക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എഞ്ചിനാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ വോക്സ് വാഗൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് തന്നെ. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു 6 എയർ ബാഗ്സ് ആണ് നമുക്കൊരു കംഫർട്ട് ലൈനിൽ വരുന്നത്. അതുപോലെ തന്നെ ABS, EBD, ESP അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അതിന് പകരമായിട്ടാണ് സെൻസർ കാര്യങ്ങൾ നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഈ വണ്ടി എനിക്ക് തന്നിട്ടുള്ളത് നമ്മുടെ നെട്ടൂരുള്ള EVM വോക്സ് വാഗനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു കംഫർട്ട് ലൈൻ, ഏതൊരു സാധാരണക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു വോക്സ് വാഗൻ വെർട്ടീസിൻ്റെ കംഫർട്ട് ലൈന്. വേറെ കുറച്ച് വേരിയൻസും കൂടി ഉണ്ട്. ഹൈലൈൻ ഉണ്ട്, ഹൈലൈൻ പ്ലസ് ഉണ്ട്, GT ലൈൻ ഉണ്ട്, നമുക്ക് ടോപ്പ് ലൈൻ ഉണ്ട്. ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് മുകളിലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ട് ലൈൻ്റെ പ്രൈസ് വരുന്നത് 14,14,000 രൂപയാണ്. പക്ഷേ നമുക്ക് ഒരു ഇയർ എൻഡിങ് ആയിട്ട് നമുക്കിതിൽ 13,30,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വോക്സ് വാഗൻ കസ്റ്റമറിനാണെങ്കിൽ നമുക്ക് കുറച്ച് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു കൺസ്യൂമർ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള ഈ ഒരു നെട്ടൂരുള്ള ഷോറൂമിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഞാനിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.